നമസ്കാരം. SSC MTS എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ റീസണിങ്ങിൻ്റെ സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ സിലോജിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സിലോജിസം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതൽ കാര്യങ്ങളോ തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഓക്കെ, അപ്പോൾ ആ റിലേഷൻ വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കാണും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ ലോജിക്കലി ചിലപ്പോൾ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ പറയുന്നത് അത് ശരിയാണെന്ന് വിചാരിച്ചാണ് എടുക്കുന്നത്. അത് കറക്റ്റാണ്, ലോജിക്കലി കറക്റ്റ് ആണെന്ന് വിചാരിച്ചാണ് നമ്മളത് കൺസിഡർ ചെയ്യേണ്ടത്. അത് വെച്ചിട്ട് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, കുറച്ച് കൺക്ലൂഷനും തരും. അപ്പോൾ അതിൽ ഏതൊക്കെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുമെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം MTSൻ്റെ ദിശ അക്കാഡമി ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദിശ ആപ്പ് വഴിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലൈവ് ക്ലാസ് കേൾക്കാൻ പറ്റാത്തവർക്ക് ആ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡറായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. അവിടെ നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ട് അതുപോലെ നോട്ടുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ സിലോജിസത്തെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് വരുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സാമിന് വരാറുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓൾ ARB എന്നുള്ളത്. ഓക്കെ, ഓൾ ARB. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത് നമ്മൾ വെൻ ഡയഗ്രം വരച്ചിട്ടാണ് സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, ഞാൻ വെൻ ഡയഗ്രം വെച്ച് വരച്ച് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രം വെൻ ഡയഗ്രം വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വെൻ ഡയഗ്രം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഒരു സർക്കുലർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓൾ ARB എന്നുള്ള എങ്ങനെയാണ് അത് വരയ്ക്കുന്നത്, വെൻ ഡയഗ്രം വെച്ച് വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ A എന്ന് പറയുന്ന ഒരു സർക്കിളിനകത്ത് വരച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാ Aയും B ആണ്. അപ്പോൾ A എന്ന് പറയുന്ന എന്തിനകത്ത് നിൽക്കണം? B എന്ന് പറയുന്ന ഒരു വലിയ സർക്കിളിനകത്ത് നിൽക്കണം. ക്ലിയർ ആയി? ഇങ്ങനെയാണ് വരയ്ക്കുക. ഓൾ ARB, B എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്താണ് എല്ലാ Aയും B ആണ്. ക്ലിയർ ആയ? അപ്പോൾ ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചു. ഇതാണ് ഇതിൻ്റെ വെൻ ഡയഗ്രാമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നാൽ വരാൻ ചാൻസ് ഉള്ള കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇങ്ങനെ വന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ പറയാമെന്നറിയോ? രണ്ട് കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. ഇവിടെ പറയാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം സം ARB എന്നും പറയാം, സം BR A എന്നും പറയാം. ക്ലിയർ ആയ? ഈ രണ്ട് കൺക്ലൂഷൻസ് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റൂ. ഓൾ ARB എന്നാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ ഇവിടെ പറയാൻ പറ്റുന്ന രണ്ട് കൺക്ലൂഷൻ കുറച്ച് B ആണെന്നും പറയാം, കുറച്ച് B A ആണെന്നും പറയാം. സം ARB, സം BR. ഇത് നിങ്ങൾ നോക്കുമ്പോൾ സം ARB എന്ന് പറയുമ്പോൾ പറയും സം അല്ലല്ലോ, ഫുള്ളായിട്ട് B അല്ലേ എന്ന് ചോദിക്കും. ആണ്, പക്ഷേ സം ARB എന്ന് പറഞ്ഞുകൊണ്ടതിന് തെറ്റുണ്ടോ? കുറച്ചേ B ആണ്, ഫുള്ളായിട്ട് B ആണ്, പക്ഷേ കുറച്ചേ B ആണെന്ന് പറഞ്ഞത് തെറ്റില്ല. ഇപ്പോൾ എന്താണ് അത് കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റും. അതുപോലെ സം BR A എന്നുള്ളത് എന്താണ് കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾ ARB എന്നുള്ളതിൻ്റെ കൺക്ലൂഷൻസ് ഇത് രണ്ടുമാണ്. ഓക്കെ, അടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സം ARB. സം ARB എന്നുള്ളത് എങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ എയുടെ കുറച്ച് ഭാഗം B ആണ്. A മൊത്തത്തിൽ B അല്ല, എയുടെ കുറച്ച് ഭാഗം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. അതായത് Aയ്ക്കും Bയ്ക്കും കൂടെ എന്തുണ്ട്? ഒരു കോമൺ റീജിയൻ ഉണ്ട്. സം ARB എന്നുള്ള ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇവിടെ പറയാൻ പറ്റുന്ന ഒരേ ഒരു കൺക്ലൂഷനേ ഉള്ളൂ, സം BR A. വേറെ ഒന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. കുറച്ച് B A ആണ്. കുറച്ച് B ആണെങ്കിൽ തിരിച്ച് കുറച്ച് B A ആണെന്ന് പറയാം. ഇവിടെ എനിക്ക് ഓൾ ARB എന്നോ അല്ലെങ്കിൽ ഓൾ BR A എന്നോ പറയാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു കൺക്ലൂഷൻ ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നോ ARB. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് A മൊത്തത്തിൽ എന്തല്ല, B അല്ല. ഇത് ഒരു ഇൻഡു മാർക്ക് വെച്ച് കാണിച്ചാൽ മതി. A മൊത്തത്തിൽ എന്തല്ല, B അല്ല. Aയും Bയും തമ്മിൽ നോ റിലേഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്, അവിടെ നമുക്ക് കൺക്ലൂഷൻസ് രണ്ട് മൂന്നെണ്ണം പറയാൻ പറ്റും. ഇവിടെ വരുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ A ഒന്നുമേ B അല്ലെങ്കിൽ ആദ്യം പറയാൻ പറ്റുന്ന കൺക്ലൂഷനാണ് നോ BR A. ഓക്കെ, A ഒന്നും B അല്ലെങ്കിൽ തിരിച്ച് പറയാൻ എന്താണ്, B ഒന്നുമേ Aയും അല്ല. ഇതേപോലെ രണ്ട് കൺക്ലൂഷൻസ് കൂടെ പറയാം. അതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഓൾ ARB പറഞ്ഞു സം ARB എന്ന്. ഇവിടെ രണ്ടുപേരും തമ്മിൽ നോ ആണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് A B അല്ല എന്ന് പറഞ്ഞുകൂടെ? അതായത് സം AR നോട്ട് B എന്ന് പറഞ്ഞൂടെ? സം നോട്ട് എന്ന് പറയുന്നൊരു ടേമാണ് അവിടെ വരുന്നത്. സം AR നോട്ട് B എന്ന് പറയാം. അതേപോലെ തിരിച്ചും പറയാം സം BR നോട്ട് A എന്നും പറയാം. അപ്പം ഇങ്ങനെ രണ്ട് കൺക്ലൂഷൻസ് കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൂടെ ഓർത്ത് വെക്കുക. നോ ARB എന്ന് പറയുമ്പോൾ നോ BR A, സം AR നോട്ട് B, സം BR നോട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് കൺക്ലൂഷൻസ് ആയിട്ട് പറയാൻ പറ്റും. അടുത്തയാണ്, ഇത് നമുക്ക് എക്സാമിന് അങ്ങനെ വരാറില്ല, കോമൺ ആയിട്ട് വരുന്ന ഒരു ടേം അല്ല. പക്ഷേ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. സം AR നോട്ട് B ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നാൽ, ഓക്കെ, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നാൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ
എയുടെ കുറച്ച് ഭാഗം. ഓക്കെ, ഇതെന്തല്ല, ബി അല്ല. ഇങ്ങനെയാണ് നമുക്കിത് വരയ്ക്കാൻ പറ്റുന്നത്. ഇവിടെ കൺക്ലൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കൺക്ലൂഷൻസ് ഒന്നുമില്ല. ഓക്കെ, നോ കൺക്ലൂഷൻസ് ആണ്. നോ കൺക്ലൂഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നോ എ ആർ ബി എന്ന് പറയാൻ പറ്റുമെന്നല്ല, ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതായത് എയും ബിയും തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. നോ റിലേഷൻസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സം എ ആർ ബിയും പറ്റത്തില്ല, ഓൾ എ ഒന്നും പറയാൻ പറ്റത്തില്ല, നോ എ ആർ ബി എന്നും പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? അത് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ നോ റിലേഷൻസ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഒരു കേസുകളുണ്ട്, രണ്ടുപേര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ. ഓക്കെ, രണ്ടുപേര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ, അത് ഞാൻ പ്രത്യേകം സ്ലൈഡായിട്ട് കൊടുത്തിട്ടില്ല, അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. രണ്ടുപേര് തമ്മിൽ യാതൊരു റിലേഷനും ഇല്ലെങ്കിൽ, നോ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നാണെങ്കിൽ അവിടെ എന്താണ്? അവിടെയും കൺക്ലൂഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ സം എ ആർ നോട്ട് ബി എന്ന് വന്നാലും കൺക്ലൂഷൻസ് ഒന്നുമില്ല. രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിലും കൺക്ലൂഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറയാം. ഓൾ എ ആർ ബി എന്ന് പറയുമ്പോൾ വരുന്ന കൺക്ലൂഷൻ സം എ ആർ ബിയും സം ബി ആർ എയും. ഓക്കെ, സം എ ആർ ബി എന്നാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ സം ബി ആർ എ എന്നുള്ള കൺക്ലൂഷൻ മാത്രമേ ഉള്ളൂ. നോ എ ആർ ബി എന്നാണെങ്കിൽ വരുന്ന കൺക്ലൂഷൻ നോ ബി ആർ എ, സം എ ആർ നോട്ട് ബി, സം ബി ആർ നോട്ട് എ. അടുത്തത് സം എ ആർ നോട്ട് ബി എന്നാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ, ശ്രദ്ധിക്കുക, സം എ ആർ നോട്ട് ബി എന്നാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ അവിടെ കൺക്ലൂഷൻ ഒന്നുമില്ല. അതേപോലെ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിലും കൺക്ലൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാമെങ്കിൽ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ പറഞ്ഞ പോലെ ഒരു ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റുകൾ തരും. ദെൻ കൺക്ലൂഷൻസ് രണ്ടോ അതിൽ കൂടുതലോ കാണും. അപ്പോൾ അതിൽ ഏത് ഫോളോ ചെയ്യുമെന്ന് കണ്ടുപിടിക്കാനാണ്, ഓപ്ഷൻ അനുസരിച്ച് ഏതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് നോക്കിയെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, ഓൾ ടി വിസ് ആർ റേഡിയോ. അപ്പോൾ ഇവിടെ എയുടെ ബിയുടെ സ്ഥാനത്ത് ഓരോരോ ആൾക്കാർ വരും. ഓക്കെ, ഞാൻ പറഞ്ഞത് ലോജിക്കലി അത് നോക്കരുത്. ടി വി റേഡിയോ എന്ന് നമ്മൾ വിചാരിച്ച് നോക്കണ്ട, എന്താണോ പറഞ്ഞത് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ടി വി, ഇത് ടി വി ആണെങ്കിൽ ഓൾ ടി വിസ് ആർ റേഡിയോ എന്നല്ലേ, അപ്പോൾ ടി വി എന്ന് പറയുന്നത് റേഡിയോയ്ക്കകത്ത് നിൽക്കണം. ഓക്കെ, ടി വി എന്ന് പറയുന്ന റേഡിയോ എന്ന് പറയുന്ന ഒരു വലിയ സർക്കിളിനകത്ത് നിൽക്കണം. ഇനി എന്താണ് പറയുന്നത്? സം റേഡിയോസ് ആർ ഡ്രയേഴ്സ്. സം റേഡിയോസ് ആർ ഡ്രയേഴ്സ് എന്ന് പറയുമ്പോൾ റേഡിയോയും ഡ്രയറും തമ്മിൽ സം റിലേഷനാണ്. നിങ്ങളിവിടെ വരയ്ക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ഡ്രയർ വരയ്ക്കുമ്പം ആരുമായിട്ട് മുട്ടരുത്, ടി വി ആയിട്ട് മുട്ടരുത്. ടി വി ആയിട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ബന്ധമൊന്നും പറയുന്നില്ല, ആരുമായിട്ടേ ഉള്ളൂ, റേഡിയോ ആയിട്ടുള്ളൂ. അപ്പോൾ റേഡിയോയും ഡ്രയറും തമ്മിൽ വരയ്ക്കുമ്പം ടി വി ആയിട്ട് ടച്ച് ചെയ്യരുത്, ടി വി ആയിട്ട് ബന്ധം വരത്തില്ല. ഇങ്ങനെയാണ് ഡ്രയർ എന്നുള്ള വരയ്ക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വരയ്ക്കുമ്പോൾ ഓൾ ഡ്രയേഴ്സ് ആർ ഹോട്ട്. എല്ലാ ഡ്രയേഴ്സും ഹോട്ട് എന്ന് പറഞ്ഞാൽ ഡ്രയർ എന്ന് പറയുന്നത് എന്താണ്? ഹോട്ടിനകത്ത് നിൽക്കണം. അപ്പോൾ നമുക്ക് ആ ഹോട്ട് വരയ്ക്കുമ്പം ഈ റേഡിയോ ആയിട്ട് ടച്ച് ഇല്ലാതെ വരയ്ക്കാൻ പറ്റുമോ? റേഡിയോ ടച്ച് ഇല്ലാതെ വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഡ്രയറിന് ഒരു ഭാഗം ഇതിനകത്ത് കിടക്കുക. അപ്പോൾ എന്തായാലും ഇത് മുട്ടിയേ വരയ്ക്കാൻ പറ്റും. പക്ഷേ ആരുമായിട്ട് മുട്ടാതെ വരയ്ക്കാം, ടി വി ആയിട്ട് മുട്ടാതെ വരയ്ക്കാം. അപ്പോൾ ടി വി ആയിട്ട് ടച്ച് ചെയ്യാതെ തന്നെ വരയ്ക്കാം, മനസ്സിലായോ? അതായത് ഈ ഹോട്ട് വരയ്ക്കുമ്പോൾ ദാണ്ട് ഇങ്ങനെ വരയ്ക്കാം, ടി വി ആയിട്ട് ടച്ച് ചെയ്യരുത്. നമുക്ക് റേഡിയോ ടച്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് റേഡിയോ ടച്ച് ചെയ്താൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഹോട്ട് എന്നുള്ള ആ ഒരു കാര്യം വരുന്നത്. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇനി എന്ത് ചെയ്യുക, ഡയഗ്രാം വരച്ചാൽ കൺക്ലൂഷൻ നോക്കുക. ഇപ്പോൾ കൺക്ലൂഷൻ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കുന്നത്, പെട്ടെന്ന് നോക്കാൻ വേണ്ടിയാണ്. സം ടി വിസ് ആർ റേഡിയോ. അപ്പോൾ എന്ത് ചെയ്യുക, ടി വിയുടെ റേഡിയോയുടെ മാത്രം ഡയഗ്രാം നോക്കുക. ടി വി താണ്ട്, റേഡിയോ താണ്ട്. ഇപ്പോൾ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനകത്ത് കിടക്കുകയാണ്. ഓക്കെ, ഓൾ എ ആർ ബി എന്നുള്ള രീതി കിടന്നാൽ അവിടെ എന്ത് പറയാം? സം എന്നുള്ള കൺക്ലൂഷൻ പറയാം. അത് ഉറപ്പായിട്ട് ശരിയായിട്ടുള്ള കൺക്ലൂഷനാണ്. ഇനി എന്ത് ചെയ്യുക, രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കുക. സം ഡ്രയേഴ്സ് ആർ ടി വി. അത് പറയാൻ പറ്റും, ടി വി താണ്ട്, ഡ്രയർ താണ്ട്. ഇവർ തമ്മിൽ നമുക്ക് ടച്ച് ഇല്ലാതെ എന്ത് വരയ്ക്കാൻ പറ്റും? ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ല. അപ്പോൾ റിലേഷൻ ഒന്നും ഇല്ല എങ്കിൽ ഒരു കൺക്ലൂഷനും പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. അപ്പോൾ എന്താണ്? ഓൺലി വൺ മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ 3 ആണ്. ഓൺലി വൺ ഫോളോ എന്നുള്ളതാണ് ആൻസറായിട്ട് വരും. ഓക്കെ, ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഇവിടെ ഈസ് ഫോളോ എന്ന് പറയില്ല, ഗ്രാമർ മിസ്റ്റേക്ക് വന്നതാണ്. കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സം ഫോട്ടോസ് ആർ വേസസ്. ഇപ്പോൾ എങ്ങനെ വരയ്ക്കാം? സം എ ആർ ബി എന്നുള്ള രീതിയിൽ. അതായത് ഫോട്ടോ ഇതാണെങ്കിൽ കുറച്ച് ഫോട്ടോ വേസ് ആണ്. അപ്പോൾ കോമൺ ആയിട്ട് അവർക്ക് റീജിയൻ ഉണ്ട്. സം ഫോട്ടോസ് ആർ വേസസ്. ഓൾ വേസസ് ആർ ടോൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോട്ടോയുമായിട്ട് ടച്ച് ചെയ്യാതെ വരയ്ക്കാൻ പറ്റത്തില്ല. ഫോട്ടോയിട്ട് ടച്ച് ചെയ്താൽ വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ വരയ്ക്കുക. ആ ടോൾ എന്നുള്ള വലിയ ഗ്രൂപ്പിനകത്താണ് വേസസ്. ഓൾ വേസസ് ആർ ടോൾ. ഇതാണ് സം ടോൾ ആർ ബിൽഡിംഗ്.
അത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ ബേസസോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ ടച്ച് വരരുത്. അവിടെ ടോളും ബിൽഡിങ്ങും തമ്മിലാണ് സം, അവർ തമ്മിൽ മാത്രമേ സം എന്നുള്ള റിലേഷൻ വരാവൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഡയഗ്രാം. ഇനി കൺക്ലൂഷൻ നോക്കുക. സം ഫോട്ടോസ് ആർ ബിൽഡിംഗ്. നോക്കിയേ, ഫോട്ടോ ഇവിടെ കിടക്കുന്നു, ബിൽഡിംഗ് ഇവിടെ കിടക്കുന്നു, യാതൊരു ബന്ധവുമില്ല. ഇപ്പം എന്താണ് അത് പറയാൻ പറ്റത്തില്ല. സെക്കൻഡ് കൺക്ലൂഷൻ, ഓൾ ടോൾ ആർ വേസസ്. നമുക്ക് ഓൾ വേസസ് ആർ ടോൾ എന്ന് പറയാം, പക്ഷെ തിരിച്ച് പറയാൻ പറ്റുമോ? തിരിച്ച് ഓൾ ടോൾ ആർ വേസസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവർ തമ്മിൽ എന്തൊക്കെ കൺക്ലൂഷനേ പറ്റൂ? സം എ ആർ ബി എന്നുള്ള, സം എ ആർ ബിയും സം ബി ആർ എ, ഇത് രണ്ടും പറ്റൂ. അല്ല തിരിച്ച് നമുക്ക് ഓൾ എ ആർ ബി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തിരിച്ച് ഓൾ ബി ആർ എ കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആയ? ഓൾ ടോൾ ആർ വേസ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. അപ്പോൾ രണ്ടും തെറ്റാണ്. അപ്പോൾ ഏതാണ്? നെയ്തർ 1 nor 2 എന്നുള്ള ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓൾ ബെഡ് ആർ കവേഴ്സ്. ഇപ്പം എങ്ങനെ വരയ്ക്കാം? എല്ലാ ബെഡ്, ബെഡ് എന്ന് പറഞ്ഞാൽ എന്തിനകത്ത് നിൽക്കണം? കവറിനകത്ത് നിൽക്കണം. ഓൾ ബെഡ് ആർ കവേഴ്സ്. ഓക്കെ, സം കവേഴ്സ് ആർ തിക്ക്. അപ്പോൾ കവറും തിക്കും തമ്മിലാണ് ബെഡുമായിട്ട് മുട്ടിക്കല്, കവറും തിക്കും തമ്മിലാണ് സം റിലേഷൻ. ഓക്കെ, ലാസ്റ്റ് വൺ, സം തിക്ക് ഈസ് ജ്യൂസ്. തിക്കും ജ്യൂസും തമ്മിലാണ്. അപ്പോൾ ആ തിക്കും കവറും, ഇവിടെ കവറുമായിട്ടോ ബെഡുമായിട്ടോ യാതൊരു ടച്ചും വരില്ല, തിക്കും ജ്യൂസുമായിട്ട് മാത്രം മതി അവിടെ സം റിലേഷൻ. ഇതാണല്ലോ ഡയഗ്രാം. ഇനി കൺക്ലൂഷൻ നോക്കുക. ഓൾ കവേഴ്സ് ആർ ബെഡ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തിരിച്ച് നമുക്കത് പറയാം. ഓൾ ബെഡ് ആർ കവർ, ഓക്കെ, പക്ഷെ തിരിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം എന്താണെന്ന് അത് തെറ്റാണ്. സം തിക്ക് ആർ കവർ. തിക്കും കവറും നോക്കുക. ഓൾറെഡി അവർ തന്നെ പറഞ്ഞു എന്താണ്? സം കവേഴ്സ് ആർ തിക്ക്. അങ്ങനെയാണ് തിരിച്ചും പറയാമല്ലോ. ഡയഗ്രാം നോക്കണമെന്നില്ല, ഡയഗ്രാം നോക്കിയാലും കിട്ടുന്നുണ്ട്. കവറും തിക്കും തമ്മിൽ എങ്ങനെയാണ്? സം റിലേഷൻ ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറയാം? സം പറയാം. രണ്ടാമത്തെ എന്താണ്? ശരിയാണ്. അപ്പോൾ ഓൺലി 2 ഫോളോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ചോക്ലേറ്റ്സ് ആർ സ്വീറ്റ്. അപ്പോൾ അത് വരയ്ക്കാൻ പറ്റും. എല്ലാ ചോക്ലേറ്റും സ്വീറ്റ് ആണ്. സം സ്വീറ്റ്സ് ആർ ഹാംഫുൾ. സ്വീറ്റും ഹാംഫുളും തമ്മിലാണ്. ചോക്ലേറ്റോട് ടച്ച് ചെയ്യല്ലേ, സ്വീറ്റും ഹാംഫുളും തമ്മിലാണ്. ഇനി കൺക്ലൂഷൻ നോക്കുക. ഓൾ ചോക്ലേറ്റ്സ് ആർ ഹാംഫുൾ. ചോക്ലേറ്റും ഹാംഫുളും ഞാൻ പറഞ്ഞാൽ അവിടെ തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ല. അപ്പോൾ എന്താണ്? അത് തെറ്റാണ്. സം ഹാംഫുൾ ആർ ചോക്ലേറ്റ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് ഹാംഫുൾ തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. പിന്നെ ഇതും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. അപ്പോൾ അവർ തമ്മിൽ നമുക്ക് യാതൊരു കാര്യവും യാതൊരു റിലേഷനും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും തെറ്റാണ്. ഇവിടെയും നെയ്തർ 1 nor 2 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ രണ്ട് കൺക്ലൂഷനും ഫോളോ ചെയ്യത്തില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓൾ ക്രോസ് ആർ സ്പാരോസ്. ഓക്കെ, എല്ലാ ക്രോയും എന്താണ്? സ്പാരോ എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പിനകത്താണ്. സം സ്പാരോസ് ആർ പാരറ്റ്സ്. ഇപ്പോൾ സ്പാരോയും പാരറ്റും തമ്മിലാണ്. സ്പാരോയും പാരറ്റും തമ്മിൽ സം. ഓക്കെ, ഓൾ പാരറ്റ്സ് ആർ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്പാരോയിട്ട് ടച്ച് ചെയ്താൽ വരയ്ക്കാൻ പറ്റുമോ? അത് മനസ്സിലായോ? സ്പാരോയിട്ട് ടച്ച് ചെയ്യുക, പക്ഷെ എന്ത് ചെയ്യരുത്? ക്രോയുമായിട്ട് ടച്ച് ചെയ്യല്. സം ഇപ്പം എന്താണ് പറഞ്ഞത്? ഓൾ പാരറ്റ് ആർ എല്ലോ. അപ്പോൾ എല്ലോ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് പാരറ്റ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇനി കൺക്ലൂഷൻ നോക്കുക. സം ക്രോസ് ആർ പാരറ്റ്. ഇപ്പോൾ ക്രോയുടെ ഡയഗ്രം നോക്കുക, പാരറ്റിൻ്റെ ഡയഗ്രം നോക്കുക, അവർ തമ്മിൽ യാതൊരു ടച്ചും ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. സം യെല്ലോ ആർ പാരറ്റ്. അത് നോക്കിയേ, പാരറ്റ് എന്ന് പറഞ്ഞാൽ യെല്ലോയ്ക്ക് അകത്താണ്. അതുകൊണ്ട് ഈ ഡയഗ്രം പാരറ്റും യെല്ലോയും മാത്രം നോക്കുക. അവർ യെല്ലോയ്ക്ക് അകത്താണ് പാരറ്റ് എങ്കിൽ ഉറപ്പായിട്ട് സം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ സം എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എന്താണ് ആൻസർ? ഓൺലി കൺക്ലൂഷൻ 2 ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓപ്ഷൻ 3 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നോ വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾ ജാർസ് ആർ പ്ലാസ്റ്റിക്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? എല്ലാ ജാറും എന്താണ്? പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിനകത്താണ് ജാറ് വരുന്നത്. സം പ്ലാസ്റ്റിക് ആർ സ്പൂൺ. അപ്പോൾ പ്ലാസ്റ്റിക് സ്പൂണും തമ്മിലാണ്. പാരുമായിട്ട് മുട്ടല്ല, ജാറുമായിട്ട് മുട്ടല്ല, പ്ലാസ്റ്റിക് സ്പൂണും തമ്മിലാണ്. ലാസ്റ്റ് സെൻറ്റൻസ് നോ സ്പൂൺ ഈസ് ഫോർക്ക്. നമ്മൾ നോ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, നോ സ്പൂൺ ഈസ് ഫോർക്ക് എന്നുള്ള എങ്ങനെ കാണിക്കാം? സ്പൂണും ഫോർക്കും തമ്മിൽ നോ ആണെങ്കിൽ അവർക്കിടയിൽ ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ നോ റിലേഷൻ വരുന്ന 2 പേരില്ലേ, അവരെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട്, കാരണം നമുക്ക് പെട്ടെന്ന് നോക്കാൻ മനസ്സിലാൻ വേണ്ടിയാണ്. ഇവർ തമ്മിൽ നോ ആണെന്നുള്ളത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇനി എന്താണ് കൺക്ലൂഷൻ നോക്കിയേ. സം പ്ലാസ്റ്റിക് ആർ ജാറ്. ഓക്കെ, ജാറും പ്ലാസ്റ്റിക്കും, പ്ലാസ്റ്റിക്കിനകത്ത് കിടക്കുമല്ലേ ജാർ. അപ്പോൾ സം ജാർ ആർ പ്ലാസ്റ്റിക് എന്നും പറയാം, സം പ്ലാസ്റ്റിക് ആർ ജാർ എന്നും പറയാം. അപ്പോൾ എന്താണത്? ശരിയാണ്. സം ഫോർക്ക് ആർ സ്പൂണ്. ഇപ്പോൾ നോക്കിയേ, സ്പൂണും ഫോർക്കും തമ്മിൽ നോ റിലേഷൻ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോ റിലേഷൻ ആണ് അവിടെ വരാൻ സാധ്യതയുള്ള കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്?
നോ ഫോർക്ക് ഈ സ്പൂൺ എന്ന് പറയാം, സം സ്പൂൺ ആർ നോട്ട് ഫോർക്ക്, സം ഫോർക്ക് ആർ നോട്ട് സ്പൂൺ. അല്ലാതെ അവിടെ സം ഫോർക്ക് ആർ സ്പൂൺ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു നോട്ട് വന്നിരുന്നെങ്കിൽ എന്താണ് ശരിയാണ്, പക്ഷെ അവിടെ നോട്ട് വന്നിട്ടില്ല, അവർ പോസിറ്റീവ് രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെന്താണ് തെറ്റാണ്. അപ്പോൾ എന്താണ് ആൻസർ? ഓൺലി വൺ ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പൂണും ഫോർക്കും തമ്മിൽ നോ റിലേഷൻ ആണ്. നോ വന്നാൽ അവിടെ പറയാൻ പറ്റുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നോക്കിയത്. ഇവിടെ പോസിറ്റീവ് കൺക്ലൂഷനാണ്. എന്തായാലും അവിടെ നോട്ട് വന്നിട്ടില്ല. നോട്ട് വന്നിരുന്നുവെങ്കിൽ ഇത് ശരിയായിട്ട് എടുത്തേനെ. അതുകൊണ്ട് ഓൺലി വൺ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, വീണ്ടും ഒരു നോ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നോക്കാം. ഓൾ ബിൽഡിങ്സ് ആർ ചോക്സ്. ഓക്കെ, എല്ലാ ബിൽഡിങ്ങും എന്താണ്? ചോക്കാണ്. നോ ചോക്ക് ഈസ് എ ടോഫി. ഓക്കെ, അപ്പോൾ ആര് തമ്മിലാണ് നോ? ശ്രദ്ധിക്കുക, ആര് തമ്മിലാണ്? ചോക്കും ടോഫിയും തമ്മിലാണ്. ആ ബിൽഡിങ്ങുമായിട്ടല്ല, ചോക്കും ടോഫിയും തമ്മിലാണ് നോ വന്നേക്കുന്നത്. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്യുമ്പോൾ ചോക്ക് മൊത്തത്തിലാണ്. ക്ലിയർ ആയ? ചോക്ക് മൊത്തത്തിലാണ് എന്തല്ലാത്ത? ടോഫി അല്ലാത്ത. ഓക്കെ, ഇനി എന്താണ് കൺക്ലൂഷൻ നോക്കിയത്? നോ ബിൽഡിംഗ് ഈസ് എ ടോഫി. അത് ആലോചിച്ച് നോക്കുക. ബിൽഡിങ്ങും ടോഫിയും തമ്മിൽ നോ റിലേഷൻ പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ചോക്കും ടോഫിയും തമ്മിൽ നോ ആണ്. ഈ ചോക്കിനകത്തല്ലേ ഈ ബിൽഡിങ് കിടക്കുന്നത്. ഈ ചോക്കൊന്നും ടോഫി അല്ല എങ്കിൽ അത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിൽഡിങ്ങിൽ നോ എന്നുള്ളത് ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കകത്താണല്ലോ കേരളം. നമ്മുടെ ഇന്ത്യക്കകത്താണ് കേരളം എന്ന് പറയാം. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുകയാണേ. അപ്പോൾ ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ആർക്കും എന്തറിയില്ല? ഫ്രഞ്ച് അറിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് കേരളത്തിലുള്ളവർക്ക് ഫ്രഞ്ച് അറിയില്ല എന്നുള്ളത് എന്താണ്? അത് നമുക്ക് ഓൾറെഡി അതിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു കൺക്ലൂഷനാണ്. അതെടുത്തിന് പറയണമെന്നില്ല, കാരണം കേരളം ഇന്ത്യക്കകത്താണ് കിടക്കുന്നതുകൊണ്ട്. ഓക്കെ, ഇന്ത്യയിലുള്ള ആർക്കും ഫ്രഞ്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് കേരളം ഇൻക്ലൂഡ് ആണ്, ഇതിനെടുത്ത് പറയണമെന്നില്ല. അപ്പോൾ അതേപോലെ ഇവിടെ ചോക്ക് മൊത്തത്തിൽ ടോഫിയായിട്ട് നോ ആണെങ്കിൽ ചോക്കിനകത്ത് കിടക്കുന്ന ബിൽഡിങ്ങും നോ ആയിരിക്കും. അതെന്താണ്? ശരിയാണ്. ഓക്കെ, ഓൾ ചോക്സ് ആർ ബിൽഡിംഗ്, അത് പറയാൻ പറ്റുമോ? ഇല്ല, അത് പറയാൻ പറ്റത്തില്ല. ഓൾ ബിൽഡിംഗ് ആർ ചോക്ക്. ഓക്കെ, ഇപ്പം എന്താണ്? ഓൺലി വൺ ഫോളോ എന്നുള്ളതാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ കൺക്ലൂഷൻ മാത്രമാണ് ഇവിടെ ഫോളോ ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ ഫിലോസഫിയിൽ നിന്ന് ചെയ്തത്. അപ്പോൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഒക്കെ എല്ലാവരും ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇന്ന് സിലോസത്തിൽ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.